ഞാൻ ഒറ്റയ്ക്ക് പോയി, എൻ്റെ മോനും ആദ്യം പോയി. അപ്പോൾ ഞാൻ പോയപ്പം അവൾ ഒരു പടിയുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരിക്കുമായിരുന്നു, താഴെ അവ ഇരിക്കുമായിരുന്നു. അവൻ കരഞ്ഞ് പറയണ ഒരു സീനാണ് ഞാൻ പോയി കണ്ടപ്പം. ഞാൻ ആദ്യം പോയി കണ്ടത് അവൻ കരയണതായിട്ടാണ്. ഇത്രയും മക്കളിങ്ങനെ അവളെ മുമ്പ് ഇങ്ങനെ താഴേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല അമ്മ, എനിക്ക് അവളെ ഇങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ ഞാനിങ്ങനെ അവളെ കാല് പിടിക്കണേ. പക്ഷെ അവൻ കരയണത് എനിക്ക് കാണാം. അവൾ കൂളായിട്ട് നിന്നാണ് അങ്ങ് ബോൾഡായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ചു നേരം അവൻ്റെ ഒരു നല്ല കൂളായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ ആത്മഹത്യ എന്നുള്ള ഒരു ഇതും എനിക്ക് തോന്നിയതേ ഇല്ല. ഞാൻ ഉടനെ മക്കളെ അപ്പോൾ അമ്മ പോയി താഴെ കിടന്ന് ഉറങ്ങും, കുറച്ചു നേരം ഉറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ താഴെ വന്നപ്പോൾ അവൾ പിന്നെ വിളിച്ചിരിക്കുന്നു, ഫോൺ വിളിച്ചിരിക്കുന്നു. 2 മിനിറ്റ് എന്തോ സംസാരിച്ചിലാണ് അവൻ അത് ചെയ്തത്. പക്ഷെ അവൾ തന്നെ കാരണക്കാരി. കാരണം ഒരു ലോകത്തും ഇനി ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഒരമ്മയുടെ ദുഃഖം എന്താണെന്ന്. ഒരമ്മയ്ക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും. ഈ സംഭവത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് വീണ്ടും ആ കൊച്ചു വിളിച്ചിട്ട്, നീ ചത്തില്ലേടേ, നീ ചാവെന്ന് പറഞ്ഞ് ചത്തില്ലേടേ, ചാവണില്ലേ എന്നൊക്കെ അവളെ അമ്മയും വിട്ടു ചോദിച്ചു. അങ്ങനെയാണ് അവൻ ചെയ്തത് ആത്മഹത്യ. ഇപ്പൊ അവന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 3 ലക്ഷം രൂപ വരെ കുട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അവൻ എഴുതിയിട്ടുള്ളത്. ഒരു 75,000 രൂപയ്ക്ക് അത് യവന്റെ പേരിൽ തന്നെയാണ് EMI ഇട്ട് ഒരു ഐഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിന്റെ രസീതും ബില്ലും ഒക്കെ എൻ്റെ കയ്യിൽ നമ്മുടെ അവന്റെ അതിന്റെ ഫയലിലുണ്ട്. 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് പോയിട്ട് 9:30 മണിക്ക് തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ കാൽ പിടിച്ച് സംസാരിച്ചിട്ട് പോലും അവൾ വഴങ്ങിയില്ല. ഇത് ഒരു പെൺകുട്ടി ഇഷ്ടത്തിലാണ് എന്നാണ് അമ്മയടുത്ത് പറയുന്നത്. അവ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇവർ തമ്മിൽ സ്നേഹമാണെന്ന് അവ എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അമ്മ സ്നേഹമാണ്, കല്യാണം കഴിക്കുന്നത് ശരി, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ തന്നെ നീ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ വീട് പാലിവെച്ചിന് സമയത്ത് അവരിവിടെ വന്നിട്ട് അവരെ ഫാമിലി മൊത്തം ഇവിടെ നമ്മളെ വീട്ടിൽ വന്നിരുന്നു. നമ്മളങ്ങനെ വലിയ കാര്യമായി ശരി കല്യാണം കഴിച്ചു കൊടുക്കാം, കല്യാണം കഴിച്ചോട്ടെ എന്ന് തന്നെ നമ്മളും വിചാരിച്ചത്. പക്ഷെ പിന്നെ അറിയുന്നത് കുറച്ച് ഇവള് കർണാടകയിൽ അങ്ങോ കളിക്കാൻ വേണ്ടി പോയി. കളിച്ചപ്പോൾ ഇവൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചായിരിക്കുന്നു. അപ്പോൾ ഇവൻ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. കുറേ അപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. അപ്പം അതിലും ബ്ലോക്ക് ചെയ്ത് വെച്ചു. അവൻ്റെ അച്ഛൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി, അതിലും ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പം അവളെ കൂട്ടുകാരി ഫോണിലോട്ട് വിളിച്ചിട്ട് അവരും എടുക്കണമെന്നില്ല. അങ്ങനെ എന്നിപ്പോൾ ഇവ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കൾ കരയണ്ട, അവൾ വരുമല്ലോ, എന്നായിരുന്നാലും അവിടെ പോയിട്ട് വരട്ടെ, അപ്പം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവളങ്ങനെ വന്നു. തലേദിവസം വന്നു. പിറ്റേ ദിവസം അവൾ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പോയി അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇല്ല അമ്മ പോയി അവളെ പോയി കാല് പിടിക്കണ്ട, ഞാൻ പോയി അവളെ കാല് പിടിച്ച് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ശരി, ഇല്ല ഞാനും കൂടെ വരാമെന്ന് അവളോട് പറഞ്ഞു. അപ്പം ഞാൻ ഷോപ്പിലാണ്, നമുക്ക് മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പം ഞാൻ ഷോപ്പിലിരിക്കുകയായിരുന്നു. ഇവൻ അമ്മ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് പറഞ്ഞു. അപ്പം കടയിൽ പെട്ടെന്ന് ഒരാളെ ഇരുത്തിയിട്ട് എനിക്ക് അവൻ്റെ കൂട്ട് പിറകെന്ന് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രിയായല്ലോ, സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ആ പയ്യനെ വിളിച്ചൊരു 7 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാൻ അവനെ വിളിച്ച് ഷോപ്പിലിരുത്തിയിട്ട് ഞാൻ പോയപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയി, എൻ്റെ മോനും ആദ്യം പോയി. അപ്പോൾ ഞാൻ പോയപ്പം അവൾ ഒരു പടിയുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരിക്കുമായിരുന്നു, താഴെ അവ ഇരിക്കുമായിരുന്നു. അവൻ കരഞ്ഞ് പറയണ ഒരു സീനാണ് ഞാൻ പോയി കണ്ടപ്പം. ഞാൻ ആദ്യം പോയി കണ്ടത് അവൻ കരയണതായിട്ടാണ്. അപ്പം ഞാൻ ഓടിപ്പോയി അവൻ്റെ അടുത്ത്, അമ്മ ഇതിൽ ഇടപെടണ്ട, ഞാൻ അവൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, പിന്നെ എന്താണ് ഇവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറാനുള്ള കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും അവൾക്ക് ലൈനുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് അവളങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കല്യാണം വരെ ഇങ്ങനെ എത്തിച്ചിട്ട് പെട്ടെന്ന് 5 വർഷം കൊണ്ടുള്ളൊരു സ്നേഹത്തിൽ പെട്ടെന്ന് അവനെ അങ്ങ് പിഴുതെറിഞ്ഞ് എറിയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഇവരിൽ സംസാരിച്ച് ഇങ്ങനെ അവളോട് താഴ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കായിരുന്നു, മക്കളെ ഇങ്ങനെ അവളെ കാൽ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഞാൻ അവിടെ നിന്ന് അവൻ്റെ കൂടെ ഉറക്കെ ഇനി കുറച്ച് മാറിയാണ് നിന്ന് പറഞ്ഞത്. ഇത്രയും മക്കളിങ്ങനെ അവളെ മുമ്പ് ഇങ്ങനെ താഴേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല അമ്മ, എനിക്ക് അവളെ ഇങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ ഞാനിങ്ങനെ അവളെ കാല് പിടിക്കണേ. അവളെന്നെ ഈ കൊച്ച് അവൻ്റെ അതൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവള് കരയണത് മാത്രം ഇങ്ങനെ കരഞ്ഞു, ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അവൻ്റെ മുമ്പ് കരയണത് മാത്രം, അവളെ മുമ്പ് കരയണമെന്ന് വെച്ചാൽ അവൾ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലും ആ വീട്ടിൽ കയറുന്നതിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിലും
സ്റ്റെപ്പിലും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിന് താഴെയാണ് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുന്നത് സംസാരിക്കുന്നത് എന്താണെന്നോ എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ അവൻ കരയണത് എനിക്ക് കാണാം. അവൾ കൂളായിട്ട് നിന്നാണ് അങ്ങ് ബോൾഡായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ പറഞ്ഞു, മക്കളെ ഇങ്ങനെ കാലുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോടാ, അവൾ പോണെങ്കിൽ പോട്ടെ, നിനക്ക് വേറെ പെമ്പിള്ളേരെ കിട്ടൂലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. എനിക്ക് മറക്കാൻ പറ്റണില്ല അമ്മ, നമ്മൾ കല്യാണം വരെ ഇതായില്ലേ. അപ്പം അവളെ അമ്മയെ എന്നോട് പറഞ്ഞു, ഒരു മാസത്തിന് മുമ്പേ ചോദിച്ചു എൻഗേജ്മെൻറ്റ് ഇടാം എന്ന് അവളെ അമ്മയോട് ചോദിച്ചെന്ന്. അപ്പോൾ അവളെ അമ്മ പറഞ്ഞു ഓ ശരിയെന്നും പറഞ്ഞിട്ട് ഉടനെ എൻ്റെ മോനെ വിളിച്ച് സംസാരിച്ചു. ഇതേപോലെ ഒരു മാസത്തിനകത്ത്, ഒരു മാസമല്ല, ഇപ്പം ഉടനെ എൻഗേജ്മെൻറ്റ് നടത്തിയിടാം, കല്യാണത്തിനാരും അപ്പോൾ ഡേറ്റ് ഒന്നും പറയുന്നില്ല, എൻഗേജ്മെൻറ്റ് നടത്തിയിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ വന്ന് എൻ്റെ കൂടി ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചാലും എൻ്റെ കൂടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മ സംസാരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ചൊന്നും. അവർ വീട്ടിലല്ലോ എന്ന് ഒന്നും സംസാരിച്ചില്ലല്ലോ അതിനെക്കുറിച്ച്. ആ മോനും ഒരു തീരുമാനം എടുത്തില്ല, നമ്മളൊരു തീരുമാനം എടുത്തില്ല. അപ്പം അത്രയ്ക്കൊരു ബന്ധം അങ്ങനെ ഇരുന്നിട്ട് അവള് അങ്ങ് കർണാടകയിൽ പോയി. ഇപ്പം എനിക്ക് ഒരു സംശയം, കർണാടകയിൽ ഏതോ ഒരു ലൈൻ അവൾക്ക് ഉണ്ടായിരുന്നായിരിക്കും. അപ്പം ഇവൻ വിളിക്കുമ്പം അവനുമായിട്ട് സംസാരിക്കാൻ പറ്റൂല, അതുകൊണ്ടായിരിക്കണം എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാവാം. എന്നിട്ട് ഇവര് സംസാരിച്ച് കരഞ്ഞിട്ട് ഇവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മക്കളെ ഒരിക്കലത്തേക്ക് നിനക്ക് അവളെ കല്യാണം കഴിക്കുന്നെങ്കിൽ വേണ്ട, പക്ഷെ അവൻ ആഹാരവും കഴിക്കുന്നില്ല, അവൻ പിന്നെ പഠിക്കാൻ പോകുന്നില്ല, അവൻ ആകപ്പാടെ ഡിപ്രഷനായിരിക്കുന്നു. മക്കളൊരു കാര്യം ചെയ്യും, നീ ഒരു 10 മിനിറ്റ് അവനെ വിളിച്ച് നല്ല സ്നേഹത്തോടെ സംസാരിക്കും. അപ്പോൾ അവൾ ഉടനെ എടുത്തു പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ പറ്റിയിരിക്കും, പിന്നെ എന്നെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞേ, അവൻ്റെ അമ്മയാണ് ഞാൻ, അപ്പം നിനക്കത് മാറ്റിത്തരാൻ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നിനക്കത് മാറ്റിത്തരാം, നീ കുറച്ച് ദിവസത്തേക്ക് അവനെ ആ ഡിപ്രഷൻ മാറ്റി കിട്ടുന്നത് വരെ മാത്രം നീ സംസാരിച്ചാൽ മതി, പിന്നെ ഞാൻ ദൂരെയോട്ട് എവിടെയെങ്കിലും പഠിക്കാൻ വിടുകയോ ജോലിക്ക് വിടുകയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ശരി മാമി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് എൻ്റെ കൂടി ഇങ്ങനെ പറഞ്ഞ്, ആ ശരി മക്കളെ ഞാൻ പോണു എന്ന് പറഞ്ഞും കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി വീട്ടിൽ വന്നപ്പം അവൾ വിളിച്ചില്ല. അവൻ ഇങ്ങനെ താഴെ ഇറങ്ങി വന്ന് നിന്നു എന്നെ വെയിറ്റ് ചെയ്ത്. അപ്പം ഞാൻ നേരെ ഷോപ്പിൽ കയറി ഇങ്ങ് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ ഷോപ്പ് അടച്ചിട്ട് ഞാനും ചേട്ടനും കൂടി ഇങ്ങ് വന്നപ്പം ഞാൻ ചോദിച്ചു, മക്കളെ വിളിച്ചോന്ന് കേട്ടു. വിളിച്ചില്ല അമ്മ ഇതുവരേക്കും ഒന്നും പറഞ്ഞു, സങ്കടത്തോടെ കരഞ്ഞും കൊണ്ടാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് അമ്മ ഒന്നും കഴിച്ചില്ല. എന്നിട്ട് ഞാൻ 1 മണിയായപ്പോൾ ഉയരെ മുകളിൽ കയറി മോൻ ഉറങ്ങണമെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ അവൻ തിരിഞ്ഞും പിരിഞ്ഞും കിടക്കണം. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഉടനെ അവളെ അമ്മയെ വിളിക്കുന്നു. 1 മണിയൊക്കെ ആയപ്പോൾ അപ്പം അവളെ അമ്മ ഉറക്കത്തോടെയാണ് ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ അവൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു, എടുക്കാൻ വിളിച്ചാൽ കിട്ടൂല. അപ്പം ഞാൻ അവളെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോൻ ഉറങ്ങില്ല, അവൻ വിളിക്കാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. ഞാൻ വന്ന് പറഞ്ഞല്ലോ, മോളൂടി വന്ന് താഴ്മയായിട്ടല്ലേ പറഞ്ഞ ഒന്ന് വിളിക്കാൻ, പിന്നെ എന്തുകൊണ്ട് അവൾ വിളിക്കാത്തത് എന്നാണ്. അവൾ വിളിച്ചില്ലേ? വിളിച്ചായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ് വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. വിളിച്ചിട്ടില്ല, അവൻ കുറേ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുന്നു, അതിനൊന്നും റിപ്ലൈ ചെയ്യണില്ല എന്ന് പറഞ്ഞ് അവൻ കരയാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവളോട് പറയണം, എത്രയോ നല്ല കാര്യങ്ങൾ അവൻ ചിലപ്പം ഒരു എന്തെങ്കിലും തെറ്റവൻ്റെ ഉണ്ടായിരുന്നാലും എത്രയോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സുകൊണ്ട് വിചാരിച്ചും കൊണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് അവളെ വിളിക്കാൻ പറയണം. മോന്ന് കഴിക്കണമില്ല, അവർ വിഷമത്തിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ വിളിച്ചില്ല. പിറ്റേ ദിവസം രാവിലെയും വിളിച്ചില്ല അവൾ. പിന്നെ അവൻ ഒന്നും കഴിക്കായിരുന്നു. പിന്നെ അവന് കൊല്ലത്തൊരു കളിയുണ്ടായിരുന്നു. അങ്ങനെ അവൻ കളിക്കാൻ പോയി. അപ്പോഴും കൂടിപ്പോയ പിള്ളേരൊക്കെ പറഞ്ഞ ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ പിടിച്ച പോലെയാണ് ഇരിക്കുന്നത്. ഒന്നും കഴിച്ചില്ല മാമി എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് പിന്നെയും ഞാൻ അന്ന് രാവിലെ ഒരു ദിവസം പിന്നെ അവൻ കൊല്ലത്ത് നിന്നപ്പോൾ നമ്മൾ പിന്നെ അവന് വേണ്ടി കോവിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നമ്മളെ അവൻ്റെ ആ മനസ്സൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അവൻ എപ്പോഴും പറയണം, അമ്മ 5 വർഷം വരെ ഞാൻ സ്നേഹിച്ചില്ലേ അമ്മ, ഞാൻ അവളെ കൊണ്ട് നടന്നില്ലേ അമ്മ, അവൾ പറയുമ്പോഴൊക്കെ ഞാൻ പോവുകയും അവൾ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പോവുകയും അവൾ ആവശ്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ അമ്മ. അങ്ങനെ ഞാൻ 3 ലക്ഷം രൂപയോളം അത് അവനൊരു മാല ഉണ്ടായിരുന്നു, അത് കാണാനില്ല. അവന് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് അവൾക്ക് കൊടുത്തു. അത് എൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ അവൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, തിരിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്നു ലാപ്ടോപ്പ്. പിന്നെ അവൻ ഫോണ് 77,000 രൂപയോളം വരും ഐഫോണാണ് വാങ്ങിക്കൊടുത്തത്. മോൻ പറഞ്ഞിട്ടുണ്ട് ഐഫോൺ. അത് ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ അമ്മ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മക്കളെ നിനക്ക് ഇത്രയും ബന്ധം, ഞാൻ അവളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നല്ലേ എന്ന് പറഞ്ഞു.
അപ്പം എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ കാര്യം എനിക്കറിയാം, അവന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തതാണ് ലാപ്ടോപ്പ്. അപ്പം കാണാത്തോണ്ട് ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ അവൻ കെട്ടാൻ പോണ പെണ്ണല്ലേ, അവൾക്ക് കൊടുക്കണതിൽ എന്തോന്ന് തെറ്റ്. പക്ഷെ അവള് ഇങ്ങനെ വഞ്ചിക്കണുള്ള കുട്ടിയാണെന്ന് നമുക്കറിയില്ലല്ലോ. കാണും അവൻ ഡിഗ്രിക്ക് പഠിക്കുകയും ഇവളെ ഇവൻ്റെ ജൂനിയറായിട്ട് അവൾ പഠിക്കുകയായിരുന്നു ഡിഗ്രി ധനുശ്വരം കോളേജിൽ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവക്ക് ഇഷ്ടം തോന്നി, ഇവൻ്റെ കൂടി നേരിട്ട് ആദ്യം ചോദിച്ചു എന്ന് പറയണം. അപ്പം അവൾക്ക് ഇഷ്ടമല്ല. അത് ഇവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഒടുവിൽ അവൻ സമ്മതിക്കുകയും ചെയ്തു. അവളെ കൂട്ടുകാരെ വിട്ട് ഇവൻ്റെ കൂടി പറയിപ്പിച്ച് അങ്ങനെ ആണ് ഇവൻ ഓക്കെ ആയത്. അത് ഇവൻ അങ്ങോട്ട് പോയി സ്നേഹിച്ചതല്ല, ഇവളാണ് അങ്ങോട്ട് പോയി സ്നേഹിച്ചിട്ട് അവൾ പിന്നെ എപ്പോഴും അവന് ഏതെങ്കിലും പെൺപിള്ളേരുമായിട്ട് ഒരു ഫോട്ടോ ഇടുകയും അവന് ശരിക്കും ഫ്രണ്ട്സുകളുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരാണ് എല്ലാ പിള്ളേരും പെൺപിള്ളേരും. അങ്ങനെ മുമ്പ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറൊക്കെ പഠിച്ചോണ്ട് നല്ല പിള്ളേരൊക്കെ എല്ലാവരും നമ്മളെ മെഡിക്കൽ ഷോപ്പ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ നമ്മളടുത്ത് വന്ന് മാമി വിധുവിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ നല്ല സ്നേഹമുള്ള പിള്ളേരായിരുന്നു. ഇപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ മിഥുനെ വിളിച്ചിട്ടാണ് പോണത്, പിള്ളേർ കൂട്ടായിട്ട് കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ. അത്രയ്ക്ക് ഇവൻ്റെ കൂടി ഭയങ്കര സ്നേഹം. അതെല്ലാം ഇവള് കാരണം വെറുപ്പിച്ചു കളഞ്ഞു. വേണ്ട, അപ്പം അവൻ ആത്മാർത്ഥം സ്നേഹിക്കുന്ന കുട്ടിയല്ലേ, അപ്പം അവളും ആത്മാർത്ഥം സ്നേഹിക്കണേ, അതായിക്കോട്ടെ എന്ന് നമ്മളും വിചാരിച്ചു. ചില പിള്ളേരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഫോട്ടോകളും ഇപ്പം പഴയ മിഥു അല്ല, നമ്മളുടെ ഒന്നും കൂടുതലൊന്നും സംസാരിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇവര് സ്നേഹിക്കുകയും എന്നിട്ട് ഇവളെ കൊണ്ടുവിടുകയും വിളിച്ചോണ്ട് വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പെൺകുട്ടി എന്താണ് വിളിച്ച് ഫോണിൽ ഈ കാര്യം പറഞ്ഞു, ചത്തുടം ചോദിച്ചെന്നാണ്? ചത്തിന് ഞാൻ ഒരിക്കൽ രണ്ടാമത്തെ ദിവസം പോയല്ല, ആദ്യ ദിവസം പോയല്ല. അപ്പം അവൾ തന്നെ നേരിട്ട് അവൻ്റെ കൂടി ചോദിച്ചു, നീ അപ്പം പറഞ്ഞു നീല ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ആത്മഹത്യയേ ഉള്ളൂ വഴി എന്ന് പറഞ്ഞപ്പം പറഞ്ഞു നീ ചത്തൂടെ എന്ന് അവൾ നിസ്സാരമായിട്ട് ചോദിച്ചു. അപ്പം അത് അവന് ഭയങ്കരമായിട്ട്, അത് ഞാനും കൂടി നിൽക്കുന്ന സമയം, ഞാൻ കുറച്ചിപ്പുറത്തായിട്ട് നിൽക്കുന്നത്, അവളിങ്ങനെ കൈ നീട്ടിയാണ് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഉടനെ അവൻ എണീറ്റ് വന്നു, അമ്മ ഇങ്ങനെയാണ് അവൾ എൻ്റെ കൂടി ചോദിക്കുന്നത്, അവൾ ചത്തൂടെ എന്നാണ് ചോദിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഉടനെ പറഞ്ഞു അതിൻ്റെ ഭവിഷ്യത്ത് നിനക്കറിയാമോ, ഒരു നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിന്നെ സമൂഹം എങ്ങനെ വിലയിരുത്തും എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നുവെച്ചാൽ എൻ്റെ മക്കൾക്ക് എങ്ങനെ എൻ്റെ മോക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും, അതുപോലെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ മക്കളെ ഇങ്ങനെ കാണിക്കരുത്, നീ അവനെ 5 വർഷം കൊണ്ട് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് നിസ്സാരമായിട്ട് അവനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റുമോ? നിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാർ എടുത്തുകൊണ്ട് ഇവരെ ഫാമിലിയിൽ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് പലരും എൻ്റെ കൂടെ പറയാറുണ്ട്, ഇങ്ങനെ കൊണ്ടുപോവാറുണ്ട്. ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഇവൻ തന്നെ അവരെ കൊണ്ടുപോകാറുണ്ട്. അവളെ അമ്മ എൻ്റെ കൂടി പറഞ്ഞു, ഞാൻ എന്താവശ്യത്തിന് വേണ്ടിയും ഞാൻ മിഥുനെയാണ് വിളിക്കുന്നത് എന്ന്. അത്രയ്ക്ക് അവർ അവസാന ദിവസം അമ്മയോട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവസാനം ഞാൻ പിന്നെ അന്ന് രാവിലെ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അന്ന് തലേദിവസം ഞാൻ അവളെ വീട്ടിൽ പോയി സംസാരിച്ചാണ്. അപ്പം പറഞ്ഞു, ഞാൻ മോളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യും, നീ അവളെ ഒരിക്കൽ കൂടി വിളിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കൂളായിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവൻ വിളിച്ചു. എൻ്റെ ഫോണിനെടുത്ത് ഞാൻ വീണ്ടും വിളിച്ചു, ബ്ലോക്ക് മാറ്റിയിട്ടു. അപ്പം ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നു. അപ്പം പറഞ്ഞു മക്കൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കാം അപ്പോൾ അവൾ വിളിച്ചപ്പം ഉടനെ എന്നെ അവൾ ഫോൺ എടുത്തില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, എടുത്തില്ല. ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ നല്ല കൂളായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ ആത്മഹത്യ എന്നുള്ള ഒരു ഇതും എനിക്ക് തോന്നിയതേ ഇല്ല. ഞാൻ ഉടനെ മക്കളെ അപ്പോൾ അമ്മ പോയി താഴെ കിടന്ന് ഉറങ്ങി, കുറച്ച് നേരം ഉറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ താഴെ വന്നപ്പോൾ അവൾ പിന്നെ വിളിച്ചിരിക്കുന്നു, ഫോൺ വിളിച്ചിരിക്കുന്നു, 2 മിനിറ്റ് എന്തോ സംസാരിച്ചിലാണ് അവൻ അത് ചെയ്തത്. പക്ഷെ അവൾ തന്നെ കാരണക്കാരി. കാരണം ഒരു ലോകത്തും ഇനി ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഒരമ്മയുടെ ദുഃഖം എന്താണെന്ന്. ഒരമ്മയ്ക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന്. മദൻ മിഥുമോഹന്റെ മരണം എന്താണ് യഥാർത്ഥ സംഭവിച്ചത്? ലാസ്റ്റില് ഒരു 3-4 ദിവസമായി അവൻ മൂടവിട്ടാണ്, ഭക്ഷണമൊന്നും കഴിക്കില്ല. കാര്യം തിരക്കിയപ്പോൾ ഇങ്ങനെ ആ കുട്ടി വേറൊരു പയ്യനുമായിട്ട് കമ്പനിയാണെന്നുള്ളത് അറിഞ്ഞു. ഇതറിഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോഴൊക്കെ ധിക്കരിക്കുകയും നിങ്ങളെ മോനോട് പോയി ചാവാൻ പറയുകയും മിഥുൻ്റെ അമ്മയടുത്താണോ പറഞ്ഞത്? മിഥുൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മോനെ വിട്ടുകളയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളില്ല, ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു.
എന്നിട്ടും ഈ അമ്മ പോയി സംസാരിച്ചതിന് ശേഷം ആ കുട്ടിയുടെ നിലപാടതായിരുന്നു. പിന്നെ ഈ സംഭവത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് വീണ്ടും ആ കൊച്ചു വിളിച്ചിട്ട് നീ ചത്തില്ലേടേ, നീ ചാവെന്ന് പറഞ്ഞ് ചത്തില്ലേടേ, ചാവണില്ലേ എന്നൊക്കെ അവളെ അമ്മയും കൂടി ചോദിച്ചു. അങ്ങനെയാണ് അവൻ ചെയ്തത്, ആത്മഹത്യ ചെയ്തത്. മദൻ ഈ പെൺകുട്ടി എങ്ങനെ പരിചയപ്പെടണം? ആർച്ചറിയുടെ അത് മറ്റേ ബാഡ്മിൻ്റണിൻ്റെ കോച്ച് എൻ്റെ മോനായിരുന്നു. അവള് പഠിക്കാൻ വന്നിടത്താണ് അവനെ പരിചയപ്പെട്ടത്. മദൻ ആണോ ആദ്യമായിട്ട് പെൺകുട്ടിയെ പ്രണയം പറഞ്ഞത്? ഇല്ല, അവളാണ്, ആ കുട്ടിയാണ്, അക്ഷര എന്ന കുട്ടിയാണ്. എന്നിട്ട് ഈ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു മദൻ? ഈ കാര്യം ഈ പെൺകുട്ടിയുടെ പ്രണയത്തിലാണെന്ന് മദൻ വീട്ടിൽ പറഞ്ഞായിരുന്നു. ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു? ആ കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ട്. പാലിയച്ഛനൊന്നും അല്ലാതെ 1-2 ദിവസം അവൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് ഈ പെൺകുട്ടി പ്രണയമാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ ഞാൻ പോയി ചോദിച്ച് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. ഒരുപാട്, അതായത് പണം കുട്ടിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പണം എന്ന് പറയണത് പല ആവശ്യങ്ങൾക്ക് എൻ്റെ നിന്ന് പൈസ വാങ്ങും. പൈസ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് വാങ്ങണമുണ്ട്. പക്ഷേ ഈ പൈസയൊന്നും വണ്ടി കാണാനില്ല. എന്ത് കാരണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. പൈസകളൊന്നും കയ്യിൽ കാണാനില്ല. പൈസ ഇഷ്ടം പോലെ വാങ്ങണമുണ്ട് നമ്മളെ ഇന്ന്. അവൻ മോനല്ലേ, വേറെ മറ്റുള്ളതിൽ ചെന്ന് പോയപ്പോഴുണ്ടാന്ന് വെച്ച് ഞാൻ പൈസ കൊടുക്കും. നമുക്ക് കച്ചവടം ബിസിനസ്സാണ്, പൈസ ഞാൻ കൊടുക്കും അവന്. ആ പൈസകളൊന്നും കാണാനില്ല. ഇപ്പം അവൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ 3 ലക്ഷം രൂപ വരെ ആ കുട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അവൻ എഴുതിയിട്ടുള്ളത്. പെൺകുട്ടി ഇവിടെ വരുമ്പോൾ അച്ഛനമ്മയോട് സംസാരിക്കുമ്പോൾ നല്ല സ്നേഹത്തോടായിരുന്നു. നമ്മളെ മനസ്സിൽ ആ കുട്ടി അവൻ്റെ ഭാര്യയെ അംഗീകരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ആ രീതിക്ക് ആ കുട്ടിയോട് പെരുമാറും. പെൺകുട്ടിയുടെ വീട്ടുകാരായിട്ട് അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്? പെൺകുട്ടിയുടെ അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ കുട്ടിയുമായിട്ടേ എനിക്ക് ബന്ധമുള്ളൂ. അവളെ കുട്ടിയുടെ അമ്മ എൻ്റെ വൈഫുമായിട്ടൊക്കെ അവൻ്റെ അമ്മയായിട്ടൊക്കെ സംസാരിക്കും. അപ്പോഴും കല്യാണം നടത്താം എന്ന തീരുമാനത്തിൽ അവര് എൻ്റെ ഒരു അനിയൻ ജോത്സ്യനുണ്ട്. അപ്പൊ അവൻ്റെ അടുത്ത് ഈ അവളെ ജാതകം എന്തോ കൊണ്ട് നോക്കാൻ മതി. അപ്പൊ ഇങ്ങനെ കണ്ണം മെഡിക്കൽസിൻ്റെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാതെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ കണ്ണം മെഡിക്കൽസിൻ്റെ മോനാണ് എൻ്റെ മോളെ കിട്ടണമെന്നൊക്കെ പറഞ്ഞു. അവന് ജോലി കിട്ടിയതിന് ശേഷം കല്യാണമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ ഞങ്ങളോട് പറഞ്ഞു നോക്കറിയാം. പെൺകുട്ടി ഇപ്പൊ മോനായിട്ടുള്ള പിന്തിരിഞ്ഞ കാരണം എന്താണ് പറയുന്നത്? അവൾക്ക് വേറെ റിലേഷനായി. കരമനയുള്ള ഒരു പയ്യനുമായിട്ട് അവർക്ക് ഇപ്പോൾ റിലേഷനുണ്ട്. അവനുമായിട്ട് ബാംഗ്ലൂരൊക്കെ കറങ്ങിയെന്നാണ് അറിവ്. പോലീസിൽ കേസ് കൊടുത്തും പോലീസ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു തെളിവല്ല, ഇത് നിലനിൽക്കില്ലെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പ്രേരണ കുറ്റത്തിനെങ്കിലും അവർക്ക് കേസെടുക്കാം. കാരണം അവൻ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ചത്തുകൂടെ മരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ലാപ്ടോപ്പ് കൊടുത്തത് അമ്മയോട് പറഞ്ഞു. അവർക്ക് കുറച്ച് ദിവസം വരെ പഠിക്കാണ്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് ഏകദേശം 2 വർഷമായി ഇതുവരെ തിരിച്ചു വാങ്ങിയിട്ടില്ല. ഈ പൈസ കൊടുക്കുമ്പോഴൊന്നും അച്ഛൻ ചോദിച്ചില്ല എന്തിനാണ് ഈ പൈസയുടെ ആവശ്യം? ചോദിക്കുമ്പോൾ മറ്റു രീതിയിലുള്ള മറുപടികൾ പറയും. പിന്നെ ഒരു 75,000 രൂപയ്ക്ക് അത് എവന്റെ പേരിൽ തന്നെയാണ് EMI ഇട്ട് ഒരു ഐഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രസീതും ബില്ലൊക്കെ എൻ്റെ കയ്യിൽ നമ്മുടെ അവൻ്റെ അതിൻ്റെ ഫയലിലുണ്ട്. ഈ അവസാന ദിവസം ഈ സംഭവം നടത്തുന്ന തലേ ദിവസം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? തലേ ദിവസം തലേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, നിനക്ക് അത്ര വിഷമമാണെങ്കിൽ വാ, അച്ഛൻ കൂടി വരാം, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞപ്പം വേണ്ട, അച്ഛൻ വരണ്ട, അച്ഛൻ പോകണ്ട, അവളെ അഭിമാനം കളയില്ല, അച്ഛൻ പോകണ്ട, എനിക്ക് വേണ്ട, എനിക്ക് സമ്മതം പോട്ടെന്ന് പറഞ്ഞു. അമ്മ മോന് വേണ്ടി സംസാരിക്കാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയത് 2-ാം തീയതിയാണ് മരിക്കുന്നത്. 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് പോയിട്ട് 9:30 മണിക്ക് തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ കാൽ പിടിച്ച് സംസാരിച്ചിട്ട് പോലും അവൾ വഴങ്ങിയില്ല. പിന്നെ അവസാനം അവൻ്റെ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മ ഇങ്ങ് പോന്നു. പക്ഷെ അപ്പൊ വിളിച്ചപ്പോഴും അനാവശ്യം പറഞ്ഞു, നീ ചത്തില്ലേടേ മരിച്ചുകൂടെയെന്ന് അമ്മയും മോളും കേട്ടു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോളെ, അവള് കോഴിക്കോട് സൈലത്തിലാണ് പഠിക്കുന്നത്, ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടി രാത്രി 2 മണിക്കുള്ള ട്രെയിനിൽ ഞാൻ പോയി. രാവിലെ അമ്മയും അവനും ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ കുട്ടിയെ വിളിച്ച് അപ്പോഴും എന്തോ സംസാരിച്ച്, അപ്പം ഇനി നിന്നെ വിളിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത്. അമ്മ ഇപ്പൊ താഴെ അടുക്കളയിൽ എന്താ ജോലി കിട്ടുന്നു, മുകളിലാണ് ഇരുന്നത്. അവരുടെ വേറെ ഒരു കാരണമില്ല. അവന് 100% ആ കുട്ടിയാണ്. അത് ഒരു മാറ്റവും ഇല്ല. പ്രേരണ കുറ്റത്തിന് എങ്ങനെ നേരിട്ടിനെ പോലീസ് കേസ് എടുത്തേ പറ്റൂ. ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയാണ് മരിച്ചത്, കാരണം ഒരു ആൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തും സമൂഹം. പക്ഷേ ഈ ഒരു സംഭവം നടന്നിട്ട് ഒരു മാധ്യമത്തിൽ വാർത്തയാവുന്നില്ല. ഒരു പെൺകുട്ടി കാരണം ഒരു ആൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അത് ആ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെ കുടുംബം ഇപ്പൊ കാണൂലായിരുന്നു.
നിങ്ങളെ വാർത്തയിലെല്ലാം നമ്മുടെ മുച്ചൂടും തകർത്ത് കളയായിരുന്നു. അമ്മയുടെ മണ്ണ് മരിക്കേണ്ട പെൺകുട്ടിയാണ്. ഇപ്പൊ തിരിച്ചായിരുന്നെങ്കിൽ ഈ വാർത്തകളെല്ലാം എല്ലാ ചാനലും വാർത്ത ചെയ്യുന്നത്, ഇതൊരു ചാനൽ വാർത്തയാവുന്നില്ല. അപ്പൊ ആണുങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാത്ത രീതിയിലായിരുന്നു മുന്നോട്ട് പോകുന്നത്. അത് വില കൽപ്പിക്കണം. കാരണം സമൂഹത്ത് ആണിനും പെണ്ണിനും ഒരേപോലെ എന്ന് വെച്ചാൽ മക്കളെ രണ്ടുപേരും സമൂഹത്ത് നമ്മൾ വളർത്തുന്നത് രണ്ടുപേരും ഒരേ രീതിയിലാണ്. അമ്മയും അച്ഛനും വളർത്തുന്നത്, പെണ്ണായിരുന്നാലും ആണായിരുന്നാലും ഒരേ രീതിയിലാണ് വളർത്തുന്നത്. അപ്പോൾ അവർക്ക് ഒരേപോലെ തന്നെ പ്രാതിനിധ്യം കൊടുക്കണം ഇങ്ങനത്തത്. കാരണം ഇങ്ങനെ ഇനി ഒരിക്കലും ഒരു പിള്ളേർക്കും ഒരു അമ്മമാർക്കും ഇതേപോലത്തെ ഒരു വേദന സഹിക്കാൻ പറ്റില്ല. കാരണം അവനോടൊപ്പം ഞാൻ പോകാനാണ് ഇരുന്നത്. കാരണം അവൻ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനാണ് ഓടിപ്പോയി വന്ന് ഇത് ഇടിച്ച് പൊട്ടിച്ച് കണ്ടോടെ ഞാൻ താഴോട്ട് ഓടി. കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ഓടിയപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വിറയെന്ന് വന്ന് എന്നെ പിടിച്ച് വലിച്ചെഴിച്ചുകൊണ്ട് ഇനി വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞാനും അവനോടൊപ്പം പോകുമായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ച് എന്നോടൊപ്പം ഞാൻ വളർത്തി ഇത്രയും വലുതാക്കിയ കുട്ടിയാണ്. കാരണം പഠിത്തത്തിലായിരുന്നാലും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അവൻ PSC കോച്ചിങ് ക്ലാസ്സിന് പോകുമ്പോൾ അവൻ 3 മണിവരെയൊക്കെ രാത്രി ഇരുന്ന് പഠിക്കും. അപ്പം ഞാൻ പോയി മക്കളെ ഇടയ്ക്കൊക്കെ ഞാൻ പോയി ചോദിക്കും, മക്കളെ വെള്ളം വേണോ, ഞാൻ കൂടി ഇരിക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴൊക്കെ അവൻ പറയും വേണ്ട അമ്മ പോയി കിടന്ന് ഉറങ്ങുക, അമ്മ പോയി ഉറങ്ങെന്ന് പറയും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ച ഓടി വരെയാണ് എൻ്റെ മോൻ. അപ്പം യഥാർത്ഥത്തിൽ പെമ്പിളരെ കാട്ടിയും അമ്മമാരെ സംരക്ഷിക്കുന്നത് ആമ്പിളരാണ്. അപ്പം സമൂഹത്തെ ആമ്പിളർക്കും വില കൊടുക്കണം. കാരണം അവരുടെ ജീവനും ഇവരുടെ ജീവനും ഒരേപോലെയല്ലേ, 2 ജീവനും. അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത്? നിയമം ആൺകുട്ടിയൊക്കെ വേണ്ടി ആണുങ്ങൾക്ക് വേണ്ടി നിയമം എന്താ? നമ്മളെ പരാതി കൊടുത്തപ്പോൾ പറയണത് നിലനിൽക്കൂല എന്നാണ് പോലീസ് പറയുന്നത്. നിലനിൽക്കൂല എന്ന് പറഞ്ഞാൽ കാരണം ഒന്നുമില്ല, ഞങ്ങൾ ഇത്രയും ശക്തമായി പറയുമ്പോൾ അത് ഒരു ആത്മഹത്യാ കുറ്റത്തിനെങ്കിലും പ്രേരണാ കുറ്റത്തിനെങ്കിലും പോലീസിന് കേസെടുത്തൂടെ? ഇത് നിലനിൽക്കില്ല. ഇനി ആ കുട്ടിയെ വിളിച്ച് അവിടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അതിന് മുന്നോട്ട് നീങ്ങാൻ. ഇല്ലെങ്കിൽ പോലീസുകാർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ജയിലിലായി പോകുന്നതാണ്. അതെന്തോന്ന് നിയമം? ഞങ്ങൾക്ക് നഷ്ടപ്പെടും ആ കുട്ടി നിമിത്തം. ഈ സിന്ധു തലേ ദിവസം ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കരഞ്ഞപേക്ഷിച്ചു. ഏതെങ്കിലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ അത് ഉൾക്കൊള്ളാതിരിക്കുമോ? എന്നിട്ട് 1 മണിക്ക് ഞാൻ വിളിച്ചതാണ്. 1 മണിക്ക് ഞാൻ വിളിച്ചിട്ട് ആ അമ്മയോട് അപേക്ഷിച്ചു. എൻ്റെ മോളെ കോഴിക്കോട് സൈലത്തിലാണ് പഠിക്കുന്നത്. എനിക്ക് അവളെ കൊണ്ട് പോകുമ്പോൾ ഇവൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ എറണാകുളത്ത് അവളെ കൂട്ടുകാരിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നു. കാരണം ഇവനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വന്നു. എന്നിട്ട് മോന് കൂട്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ നിന്നെ അവൻ്റെ ഒരു കൂട്ടാണ് ഞാൻ വിളിച്ചാൽ വന്നതിന് ശേഷം നീ പെയ്യാൽ മതി ഒന്ന്. പക്ഷെ അപ്പോഴാ കൊച്ചു വിളിച്ച് വീണ്ടും മോനോട് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇതുവരെ മരിച്ചില്ലേടാന്ന് കേട്ടത്. അവന് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ രീതിയിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് അവൻ സ്പോട്ടിലാണ് അവൻ ആ ആത്മഹത്യയിലേക്ക് പോയത്. അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരിക്കലും പോവില്ല. കാരണം ഞാൻ അവൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് കൂളായിട്ട് സംസാരിച്ച് എടുത്തിട്ടാണ് താഴെ അവൻ തന്നെ പറഞ്ഞു അമ്മ പോയി താഴെ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ട് മെഡിക്കൽ ഷോപ്പ്. കാരണം രാത്രി 2 മണിക്കാണ് ഞാൻ മോളെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി എല്ലാം അവൾ ഓരോ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് 3:30 എത്തിയപ്പോഴും ഉറക്കമൊഴിച്ചിട്ട് ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ എത്തിയെന്ന് കേൾക്കുകയാണ്. അപ്പം ഉറക്കമൊഴിഞ്ഞിരുന്നാലേ വിളിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പറയുന്നത് ഫോണിൽ പോയി മോനെ നോക്കാന്ന് പറഞ്ഞു. ഞാൻ അവളോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല. നീ 5 മിനിറ്റ് എന്റെ പിള്ളയെ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കും. നീ മുമ്പ് എങ്ങനെ സംസാരിച്ചോ അതിലൊരു 5 മിനിറ്റ് നീ സംസാരിക്ക്. എന്നിട്ട് നീ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കും അവളുടെ ആ പള്ളും ധിക്കാരവും കണ്ടപ്പം അവൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിരുന്ന നമ്മളെ കുടുംബം നശിച്ചുകൊണ്ട് പോകും. അത്രയ്ക്കുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. കാരണം ഒരു പെൺകുട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാനും പറഞ്ഞു, ഞാനൊരു പെൺകുച്ചിനെ വളർത്തുകയാണ്, പക്ഷേ ഇങ്ങനെയല്ല വളർത്തേണ്ടത് എന്ന് അവൾ അമ്മയോട് പോലും ഞാൻ അങ്ങനെ തൊഴുതാണ് പറഞ്ഞത്. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പോലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല.